US ഇറാനെതിരെയുള്ള വാറിൽ ഇസ്രായേൽ കൂടി കൂടിച്ചേർന്നപ്പോൾ വാറ് വളരെ എസ്കലേറ്റ് ചെയ്ത രീതിയിലായിരുന്നു ഇന്നലെ എല്ലാ പത്രമാധ്യമങ്ങളിലും നമ്മൾ കണ്ടത്. ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള നമ്മൾ ഈ ടൈമിൽ എങ്ങനെയാണ് നമ്മുടെ SIPs നമ്മൾ ക്രമീകരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ലംസം ചെയ്യണോ, ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ്, ഏതൊക്കെ പോക്കറ്റ്സിൽ അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടറുകൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതും നമുക്ക് വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലോട്ട് സ്വാഗതം. US ഇസ്രായേൽ ഇറാൻ വാറിലോട്ട് കടക്കുന്നതിന് മുന്നേ ഇതുവരെയുള്ള 2000-ന് ശേഷം നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട 3 വാറുകൾ നമ്മൾ എടുത്ത് അനലൈസ് ചെയ്യുന്നു. ഈ വാറിൻ്റെ സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്തു, അല്ലെങ്കിൽ ഗോൾഡ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. 2000 തൊട്ട് 2002 വരെയുള്ള കാലഘട്ടത്തിൽ നടന്നായിരുന്നു അഫ്ഗാൻ വാർ. ആ സമയത്ത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി ഫാൾ ചെയ്തത് 50%. അവിടെ സമയത്ത് വാർ മാത്രമല്ല ഒരു പ്രധാന റീസൺ ആയിട്ട് ഉണ്ടായിരുന്നത്, .com ബബിൾ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം കൂടി അന്ന് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ ഫാൾ ഇത്രയും ശക്തമാവാനുള്ളൊരു കാരണം. അല്ലെങ്കിൽ ഒരു 50% ഒന്നും ഫാൾ ചെയ്യേണ്ട ഒരു കേസില്ല. എന്നിരുന്നാൽ പോലും ഈ .com ബബിളും അതിന് പുറകെ വന്ന അഫ്ഗാൻ വാറും കൂടി വന്ന സമയത്ത് നിഫ്റ്റി അവിടെ ക്രാഷ് ആയത് 50%. അത് ക്രാഷ് ആയത് 50%ആണെങ്കിലും അത് എടുത്ത സമയം, അതായത് 50%-ത്തിലോട്ട് എത്താനെടുത്ത സമയം 18 മുതൽ 24 മാസ സമയം, അതായത് ഏകദേശം 2 വർഷം വരെ അത് എടുത്തു എന്നുള്ളതാണ്. ആ സമയത്ത് ഇതേ കാലയളവിൽ ഗോൾഡിന് വന്ന വർധനവെന്ന് പറയുന്നത് 8 തൊട്ട് 12% ഗോൾഡ് അവിടെ റിട്ടേൺ കൊടുത്തു. എന്നാൽ ഈ കറക്ഷൻ കഴിഞ്ഞ് പ്രീവിയസ് അവസ്ഥയിലോട്ട് എത്താൻ, അതായത് പ്രീവിയസ് ഓൾ ടൈം ഹൈയിലോട്ട് നിഫ്റ്റി എത്താൻ എടുത്ത സമയം എന്ന് പറയുന്നത് 36 തൊട്ട് 48 മാസം. അതായത് ചുരുക്കം പറഞ്ഞാൽ ഈ ഫാള് കഴിഞ്ഞ് തിരിച്ച് അതേ ലെവലിലോട്ട് എത്താൻ അഫ്ഗാൻ വാറിൻ്റെ സമയത്ത് 2000 തൊട്ട് 2002 ആ കാലഘട്ടം എടുത്താൽ 54 തൊട്ട് 72 മാസക്കാലം ഈ ഒരു പ്രതിഭാസം നീണ്ടു നിന്നു എന്നുള്ളതാണ്. ഇനി 2003 സമയം, ഈ വാർ കഴിഞ്ഞു അടുത്ത് വന്നായിരുന്നു ഇറാഖ് വാർ വന്നു. ഇറാഖ് വാർ സമയത്ത് വേറെ ഈ പറഞ്ഞ .com ബബിളിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ സമയത്ത് നിഫ്റ്റി ക്രാഷ് ആയത് 8 തൊട്ട് 10% വരെ ക്രാഷായി, അല്ലെങ്കിൽ കറക്ഷൻ വന്നു. ഒരു മാസം കൊണ്ടാണ് അത് സംഭവിച്ചത്. ആ സമയത്ത് ഗോൾഡിനൊരു അപ്സൈഡ് കണ്ടില്ല. ഗോൾഡും 8% വീണ വർഷം തന്നെ ആയിരുന്നു ആ ഇയർ എന്ന് പറയുന്നത്. തിരിച്ച് പ്രീവിയസ് ഓൾ ടൈം ഹൈയിലോട്ട് എത്താനെടുത്ത സമയം 3 to 4 മാസം. ടോട്ടലായിട്ട് ആ മാർക്കറ്റ് കറക്ഷൻ സൈക്കിൾ നീണ്ടു നിന്നതെന്ന് പറയുന്നത് 4 to 5 മാസ കാലയളവാണ് എന്നർത്ഥം. ഇനി അടുത്തത് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കാരണം ഭൂരിഭാഗം ഇൻവെസ്റ്റേഴ്സും സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നതെന്ന് വെച്ചാൽ കോവിഡിന് ശേഷമാണ്. ആ സമയത്ത് നമ്മൾ കണ്ടൊരു വാറായിരുന്നു റഷ്യ ഉക്രൈൻ വാർ, 2022 തുടങ്ങിയത്. ആ സമയത്ത് നിഫ്റ്റിയിൽ വന്ന കറക്ഷൻ എന്ന് പറയുന്നത് 15%. അത് ഒരു മാസം കൊണ്ട് ആ കറക്ഷൻ അവിടെ സംഭവിച്ചു. ആ സമയത്ത് ഗോൾഡ് കയറി 5 തൊട്ട് 8% ഗോൾഡ് കയറി. എന്നാൽ ഇതേ ഈ 15% വീണ് അതേ ലെവലിലോട്ട് തിരിച്ച് എത്താനെടുത്ത സമയം എന്ന് പറയുന്നത് 6 to 8 മാസമാണ്. അതായത് അവിടെ ടോട്ടലായിട്ട് ആ റഷ്യ ഉക്രൈൻ വാറിൻ്റെ എഫക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് വന്നു, ഒരു മാസം എടുത്ത് താഴോട്ട് വന്നു 15%. ആ 15% തിരിച്ച് 15% താഴോട്ട് വന്നാൽ തിരിച്ച് കയറേണ്ടത് 30%. എന്നാലേ 15%-ൻ്റെ ലെവലിലോട്ട് എത്തുള്ളൂ. അതായത് തിരിച്ച് താഴോട്ട് ഇറങ്ങിയത് ഒരു മാസം, മുകളിലോട്ട് കയറിയത് 6 to 8 മാസം. അങ്ങനെ എല്ലാം കൂടി ചേർന്ന് ഏകദേശം 7 to 9 മാസക്കാലം ഈ വാറിൻ്റെ എഫക്റ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് അഫ്ഗാനിസ്ഥാൻ വാറിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന .com ബബിൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ആവറേജ് ആയിട്ട് ഒരു 6 മാസക്കാലമാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫാളും തിരിച്ച് ആ ലെവലിലോട്ട് എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 6 മാസമാണ്. ഇനി നമ്മൾ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം? നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മാൾ ക്യാപ്പ്, ഇതാണല്ലോ ബ്രോഡർ ആയിട്ടുള്ള 3 ഇൻഡെക്സുകൾ. ഇതിൻ്റെ വാല്യുവേഷൻ കംഫർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എവിടെയാണോ ചീപ്പായിട്ട് കിട്ടുന്നത് അവിടെയാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ലാർജ് ക്യാപ്പിൻ്റെ
ചാർട്ടാണ് ഈ കാണിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മീഡിയം PE എന്ന് പറയും. ഇതിൻ്റെ മീഡിയം PE നിൽക്കുന്നത് 22.3 മീഡിയം PE എന്ന് പറഞ്ഞാൽ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ. നമ്മൾ വാല്യുവേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെട്രിക് ആണത്, ടെക്നിക്കൽ മെട്രിക്. അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 22.2 അതായത് അതിൻ്റെ 5 വർഷ കാലയളവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 5 വർഷ കാലയളവിലുള്ള അതിൻ്റെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 22.3 ആണ്. അതിൻ്റെ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് 22.2 ആണ്. അപ്പോൾ സ്ലൈറ്റ്ലി ലെസ്സർ ആണ്, അല്ലെങ്കിൽ നമുക്കിത് പറയാൻ പറ്റും ഇതൊരു ഫെയർലി വാല്യൂഡ് സെഗ്മെൻ്റ് ആണ്. അതായത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ലാർജ് ക്യാപ്പ് എന്നുള്ളത്. ഇനി നമുക്ക് മിഡ് ക്യാപ്പ് നോക്കാം. മിഡ് ക്യാപ്പിൻ്റെ കറണ്ട് PE നിൽക്കുന്നത് 31.3 ആണ്. ഇതും 5 വർഷത്തെ ഡാറ്റയാണ്. അതിൻ്റെ മീഡിയം PE നിൽക്കുന്നത് 31.3 ആണ്. അതായത് മീഡിയം പിയും കറണ്ട് പിയും ഒരേ ലെവലിലാണ് എന്നർത്ഥം. അപ്പം അണ്ടർ വാല്യൂഡ് അല്ല, പക്ഷെ ഫെയർ വാല്യൂഡ് ആണ്. പക്ഷെ ലാർജ് ക്യാപ്പിൻ്റെ അത്ര ഒരു അട്രാക്ഷൻസ് നമുക്ക് മിഡ് ക്യാപ്പിൽ ഫീൽ ആകുന്നില്ല. ഓവറോൾ സെക്ടർ, ഓവറോൾ ആ ബ്രോഡ് ഇൻഡെക്സ് എടുത്ത് നോക്കുമ്പോൾ സ്റ്റോക്കുകളുടെ ആ ഒരു മൂവ്മെൻറ്റ്സും അല്ലെങ്കിൽ ആ ഒരു 20-day മൂവിങ് ആവറേജും 50-day മൂവിങ് ആവറേജ് എല്ലാം നമ്മൾ എടുത്തിട്ട് ആ ഒരു ബ്രോഡ് ഇൻഡെക്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ലാർജ് ക്യാപ്പിന് അത്ര കംഫർട്ട് ഫീൽ ആകുന്നില്ല. ലാർജ് ക്യാപ്പ് സ്ലൈറ്റ്ലി കംഫർട്ടബിൾ ആണ്, പക്ഷെ മിഡ് ക്യാപ്പ് ലാർജ് ക്യാപ്പിന് അത്രയും കംഫർട്ടബിൾ അല്ല. ഇനി നമുക്ക് സ്മാൾ ക്യാപ്പ് ഇൻഡെക്സിൻ്റെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, അതിൻ്റെ വാല്യുവേഷൻ എങ്ങനെ നോക്കാം. സ്മാൾ ക്യാപ്പ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 26.5 ആണ്, 26.5. അതിൻ്റെ മീഡിയം PE 28.5 ആണ്. ഈ വാല്യൂ നോക്കുമ്പോൾ സ്മാൾ ക്യാപ്പിൽ ഒരുപാട് കറക്ഷൻസ് വന്നു. ആ കറക്ഷൻ വന്നതിന് ശേഷം മിക്ക ആളുകളുടെയും മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും ETF-കളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്മാൾ ക്യാപ്പിലായിരിക്കും നെഗറ്റീവ് റിട്ടേൺ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും റിട്ടേൺ കുറവ് കാണിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം മിക്ക ഇൻഡിവിജ്വൽ സ്റ്റോക്സ് എടുത്താലും ഏകദേശം ഒരു 40% കറക്ഷൻ വന്നു. ആ കറക്ഷൻ കൊണ്ട് സ്മാൾ ക്യാപ്പ് ഇപ്പോൾ ഫെയർലി വാല്യൂലോട്ട് അല്ലെങ്കിൽ ഒരു അണ്ടർ വാല്യൂലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എത്തിയെന്ന് പറയാൻ പറ്റില്ല. കാരണം സ്മാൾ ക്യാപ്പ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന പോയിന്റ്, എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ ഈ ഒരു റേഞ്ചിന് താഴോട്ട് വരണം. ഈ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു 22.5 ആ ഒരു റേഞ്ചിലോട്ട് വന്നാൽ നമുക്ക് സ്മാൾ ക്യാപ്പ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് അല്ലെങ്കിൽ SIP ഒക്കെ റെസ്യൂം ചെയ്യുന്നതിന്, SIP കൂട്ടുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. ഇപ്പോൾ 5 yearsനേക്കാളും കുറവാണെങ്കിലും സ്മാൾ ക്യാപ്പിൻ്റെ സ്റ്റോക്കുകളിൽ ആ ഒരു സ്ട്രെങ്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് സ്മാൾ ക്യാപ്പിൽ നിന്ന് ഇപ്പോഴും അകന്നു നിൽക്കാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ കാണുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഗ്ലോബലി ഉള്ള മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ 100%-ൽ 4.6% മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റ് നിലനിൽക്കുന്നത്. ബാക്കി നിൽക്കുന്നത് 95.5% നിൽക്കുന്നത് ഗ്ലോബൽ മാർക്കറ്റ്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ഒഴിവാക്കിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി അല്ല. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 4 ഇൻഡെക്സുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നാസ്ഡാക്ക് 100 എന്ന് പറയുന്ന ഇൻഡെക്സ്, അതിൻ്റെ കറണ്ട് PE നോക്കിക്കഴിഞ്ഞാൽ 33.7 ആണ്. എന്നാൽ 5 year PE 26 ആണ്. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇത് ഒരു അൺകംഫർട്ടബിൾ സോൺ ആണ്. അതിൽ കംഫർട്ടബിൾ ഇല്ല. അതിൻ്റെ വാല്യുവേഷൻ കൂടുതലാണ്. അതിൻ്റെ വാല്യുവേഷൻ കൂടാനുള്ള കാരണം എന്താ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആ ടെക്നോളജി ബൂം കാരണം ആ സ്റ്റോക്കുകൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്, എസ്പെഷ്യലി പറഞ്ഞ NVIDIA പോലത്തെ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ ഇതിനകത്തോട്ട് കൂടുതൽ ആളുകൾ ക്യാഷ് പമ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ നാസ്ഡാക്ക് 100 ഓവർ വാല്യൂഡ് ആണ്. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കംഫർട്ടബിൾ സോൺ അല്ല എന്ന് ചുരുക്കം. ഇനി നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ S&P 500 എന്ന് പറയുന്ന സെക്കൻഡ് ഇൻഡെക്സ്, ഇതിൻ്റെ 28.3 ആണ് ഇതിൻ്റെ കറണ്ട് വാല്യൂ. പക്ഷേ 5 year വാല്യൂ എന്ന് പറയുന്നത് 22 ആണ്. അതായത് ഇതും ഇപ്പോൾ ഒരു കംഫർട്ടബിൾ ലെവലല്ല. കംഫർട്ടബിൾ ലെവലിന് ആവറേജ് ലെവലിന് താഴെയാണ് അതിൻ്റെ കംഫർട്ടബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കുമ്പോൾ നമുക്ക് സ്റ്റോക്കെക്സ് യൂറോപ്പ് 600 എന്ന് പറഞ്ഞാൽ യൂറോപ്പിലുള്ള ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മാൾ ക്യാപ്പും ചേർന്ന ഒരു യൂണിവേഴ്സ്, നമ്മുടെ മൾട്ടി ക്യാപ്പ് പോലെ. അതിൻ്റെ PE എന്ന് പറയുന്നത് 17.5 ആണ്. അതിൻ്റെ 5 year PE എന്ന് പറയുന്നത് 17 ആണ്. ഒരു കംഫർട്ടബിൾ ആണ്, ഫെയർ വാല്യുവേഷൻ ആണ്. അതായത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്ന് അർത്ഥം. ഇനി എമേർജിംഗ് മാർക്കറ്റുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഇന്ത്യ വരും, ചൈന വരും, തായ്വാൻ വരും, കൊറിയ, സൗദി അറേബ്യ, ഇങ്ങനത്തെ രാജ്യങ്ങൾ വരുന്നതാണ് എമേർജിംഗ് മാർക്കറ്റ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ 16.3 ആണ് കറണ്ട് PE. ആ 5 year മീഡിയം PE 14 ആണ്. 14 to 15 എന്ന് പറഞ്ഞ റേഞ്ചിൽ. അതായത് ഇത് മോഡറേറ്റ്ലി വാല്യൂഡ് ആണ്.
അപ്പോൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് പോക്കറ്റ്സിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന രണ്ട് ഏരിയകളാണ്. ഒന്ന് സ്റ്റോക്ക് എക്സ് യൂറോപ്പ് 600ഉം ഒന്ന് എമർജിംഗ് മാർക്കറ്റും വാല്യുവേഷൻ വൈസ് കംഫർട്ടബിൾ ആണ്. അതിൻ്റെ അർത്ഥം നാസ്ഡാക്ക് 100ഉം S&P 500 ഒഴിവാക്കി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതല്ല. അവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യുവേഷൻ കൂടുതലായതുകൊണ്ട് പേഴ്സൻറ്റേജ് കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഈ സമയത്തെ ടാക്ടിക്സ്. ഇത്രയും പഠിച്ച കാര്യത്തിൽ നിന്ന് നമ്മൾ വാറിൻ്റെ ഹിസ്റ്ററി നോക്കി ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്തു, ഇന്ത്യൻ മാർക്കറ്റിൽ കംഫർട്ടബിൾ എവിടെയാണ്, എമർജിംഗ് മാർക്കറ്റിൽ അല്ലെങ്കിൽ വേൾഡ് മാർക്കറ്റിൽ എവിടെയൊക്കെയാണ് കംഫർട്ടബിൾ നോക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 3 കീ പോയിന്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, SIP ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ഒരു 6 മാസക്കാലമെങ്കിലും, ഞാനിവിടെ 6 മന്ത്സ് ടൈമെങ്കിലും SIP ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വലിയ ഡിപ്പുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ ലംസമിനും പരിഗണിക്കുക, അല്ലെങ്കിൽ ലംസം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കുക. എന്തായാലും അടുത്തൊരു വാറിൻ്റെ ഇതുവരെയുള്ള ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ 6 മന്ത് ഒരു ഓപ്പർച്യൂണിറ്റി പീരീഡ് തന്നെയാണ്. അടുത്തത്, ഇന്ത്യൻ മാർക്കറ്റിലെ കംഫർട്ടബിൾ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് സ്മാൾ ക്യാപ്പിൽ ഫയർ മീഡിയം പീനേക്കാൾ കുറവാണെങ്കിലും സ്റ്റോക്കുകളുടെ സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി കംഫർട്ടബിൾ സോൺ 2026 ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലാർജ് ക്യാപ്പ് സെഗ്മെൻറ്റ് തന്നെയാണ്. ഇനി ഇൻ്റർനാഷണൽ മാർക്കറ്റിലോട്ട് പോകുന്ന സമയത്ത് യൂറോപ്പും അതേപോലെ എമർജിംഗ് മാർക്കറ്റായിട്ടുള്ള ചൈന, തായ്വാൻ, സൗത്ത് കൊറിയ, ഈ പറഞ്ഞ പോലെ സൗദി അറേബ്യ പോലത്തെ മാർക്കറ്റുകളുമാണ് വരും സമയത്ത് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സ്പോഷർ കൂട്ടുകയും US എക്സ്പോഷർ കുറച്ച് കൊടുക്കുകയും ചെയ്യുക. ഈ 3 ടേക്ക് അവേ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളൊരു ബെനഫിറ്റ്സ് കിട്ടുമെന്ന് ഞാൻ പേഴ്സണലി പ്രതീക്ഷിക്കുന്നു. കാരണം ഇതിൻ്റെ വാല്യുവേഷനും ഈ വാറിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ടാക്ടിക്സ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിൽ അടുത്തൊരു 6 മാസത്തിന് നമുക്ക് ഈ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് നിങ്ങൾക്ക് വർത്തായിട്ട് മാറും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് വർത്തായിട്ട് അല്ലെങ്കിൽ നോളജബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. നമുക്ക് അടുത്ത ആഴ്ച മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.